നമസ്കാരം. റാഫ് ടോക്ക് ക്രിക്കറ്റിലേക്ക് എവർക്കും സ്വാഗതം. ഈ IPL നമ്മൾ കാണാൻ ആഗ്രഹിച്ചൊരു പോരാട്ടം, അതായത് 220 ഒരു ടീം അടിക്കുന്നു, മറ്റേ ടീം അത് അനായാസം 15 ഓവറിലോ 16 ഓവറിലോ ചേസ് ചെയ്യുന്നു. അങ്ങനെയല്ല, നല്ലൊരു പോരാട്ടം, വമ്പൻ സ്കോറില്ല, എന്നാൽ മറ്റു ടീമിൻ്റെ ബാറ്റിങ് അനായാസം പോകുമ്പോൾ കളി തിരിച്ചു പിടിക്കുന്ന ബൗളർമാർ, പിന്നെ തിരിച്ചടിക്കുന്ന ബാറ്റർമാർ, അങ്ങനെ ഒരു ബാക്ക് ആൻഡ് ഫോർത്ത്, ഒരു ടഗ് ഓഫ് വാർ പോലെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വലിഞ്ഞു നിന്ന ഭാഗ്യ ദൗർഭാഗ്യങ്ങൾക്കൊടുവിൽ, പോരാട്ട വീര്യത്തിനൊടുവിൽ ഒരു ടീം വിജയിച്ചായിരുന്നു. ഇതാണ് വേണ്ടത്. ഇങ്ങനെയുള്ള കളികളാണ് നമ്മൾ കൂടുതൽ ആസ്വദിക്കുന്നത് എന്നതാണ് യാഥാർത്ഥ്യം. സോ ആ അർത്ഥത്തിൽ ഈ IPL ഇതുവരെ നടന്ന ഏറ്റവും മികച്ച മത്സരം PBKS വേഴ്സസ് GT പോരാട്ടമാണ് എന്ന് പറയേണ്ടി വരും. മികച്ച ഒരു മത്സരമാണ് ന്യൂ ചണ്ഡീഗറിൽ നടന്നത്. ആദ്യം ബാറ്റ് ചെയ്ത GT നിശ്ചിത 20 ഓവറുകളിൽ 6 വിക്കറ്റ് 162 റൺസാണ് അടിച്ചത്. മറുപടി ബാറ്റിങ്ങിൽ 5 പന്തുകൾ ശേഷിക്കെ 7 വിക്കറ്റ് നഷ്ടത്തിൽ വിജയലക്ഷ്യം മറികടന്ന് 3 വിക്കറ്റിൻ്റെ വിജയമാണ് ഇപ്പോൾ PBKS നേടിയിരിക്കുന്നത്. രണ്ടു ഭാഗത്തും മികച്ച ചില പ്രകടനങ്ങൾ ഉണ്ടായി. അതിലെടുത്തു പറയേണ്ട പ്രകടനം വിജയ്കുമാർ വൈശാഖിൻ്റെ 3 വിക്കറ്റ് ബൗളിംഗ് പ്രകടനം. യശ്വന്ത് ചാഹൽ മനോഹരമായിട്ട് പന്തെറിഞ്ഞ് 4 ഓവർ 28 റൺസ് 2 വിക്കറ്റ്. മറുഭാഗത്ത് ബൗളിങ്ങിൽ അതുപോലെ തന്നെ പ്രസിദ്ധ കൃഷ്ണ ഒരു വിറപ്പിക്കലങ്ങ് വിറപ്പിച്ചിട്ടുണ്ട്. 4 ഓവറിൽ 29 റൺസിന് 3 വിക്കറ്റ്. എന്നാൽ ബാറ്റിങ്ങിൽ കൂപ്പർ കനോലിയുടെ കൂൾ ഹെഡഡ് പെർഫോമൻസ്. യെസ്, അവൻ അനൗൺസ് ചെയ്യുന്നു, ഞാനിതാ IPL ലാൻഡ് ചെയ്തിരിക്കുന്നു. അത്തരമൊരു പ്രകടനം ഓസ്ട്രേലിയൻ യുവതാരം നടത്തിയിടത്താണ് ഈ വിജയം PBKSന് സാധ്യമായിരിക്കുന്നത്. ന്യൂ ചണ്ഡീഗറിൽ PBKSന് ആധിപത്യം എന്ന് കരുതിയവരാണ് അധികവും. പക്ഷെ അങ്ങനെയല്ല കളി പുരോഗമിക്കുമ്പോൾ നമ്മൾ കണ്ടത്. ഇപ്പോൾ ഗുജറാത്ത് ടൈറ്റൻസ് സത്യം പറഞ്ഞാൽ PBKSനെതിരെ നല്ലൊരു സ്കോർ ഉയർത്തിയില്ല എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. ഒരു സബ്പാർ ബാറ്റിംഗ് പെർഫോമൻസ് എന്ന് പറയേണ്ടി വരും. എന്നാൽ മറുപടി ബാറ്റിങ്ങിൽ പ്രഭ്സിമ്രാൻ സിംഗും കൂപ്പർ കനോലിയും ചേർന്നുകൊണ്ട് ക്രൂയിസ് ചെയ്ത് പോകുന്നിടത്ത് നിന്ന് കാര്യങ്ങൾ മാറ്റിമറിച്ചില്ലേ, പ്രസിദ്ധ കൃഷ്ണയും മറ്റുമൊക്കെ ചേർന്നുകൊണ്ട്. എന്നിട്ടൊടുവിൽ മാർക്കോ എൻസിൻ്റെയും സാബിർ ബാട്ട്ലറ്റിൻ്റെയും ചെറിയ സഹായങ്ങൾ എത്തിപ്പിടിച്ച് കനോലി ടീമിനെ വിജയത്തിലേക്ക് കൊണ്ടുപോയില്ലേ. ഇതൊക്കെയാണ് ഈ കളിയുടെ ഒരു മനോഹാരിത. ഏതായാലും ഓരോ IPL മത്സരങ്ങൾക്ക് ശേഷവും നമ്മൾ വിശദമായ റിവ്യൂ പറയുന്നുണ്ട്. അത് പ്രമുഖ ക്രിക്കറ്റ് പോർട്ടലുകളുടെ നിരീക്ഷണങ്ങളും നമ്മുടെ അഭിപ്രായങ്ങളും കൂടി ചേർത്ത് അവതരിപ്പിക്കുന്നതാണ്. നിങ്ങൾക്ക് വ്യത്യസ്തമായിട്ടുള്ള അഭിപ്രായങ്ങൾ ഉണ്ടാവും, കമൻറ്റ് ബോക്സ് രേഖപ്പെടുത്താം. ആരോഗ്യകരമായ ക്രിക്കറ്റ് ചർച്ചകളുമായി നമുക്ക് മുന്നോട്ട് പോകാം. ഞാൻ പറഞ്ഞു വന്നത്, GTയുടെ ഭാഗത്ത് നിന്ന് അത്ര മികച്ചൊരു ബാറ്റിംഗ് പെർഫോമൻസ് അല്ല വന്നത്. അവരുടെ ടോപ്പ് 3 ബാറ്റർമാർക്കൊക്കെ നല്ല സ്റ്റാർട്ട് ലഭിച്ചിരുന്നു, എന്നിട്ടത് വലിയ സ്കോറിലേക്ക് കൊണ്ടുപോകാൻ പറ്റിയില്ല എന്നുള്ളതാണ്. യശ്വന്ത് ചാഹൽ അദ്ദേഹത്തിൻ്റെ ഏറ്റവും ബെസ്റ്റ് ബൗളിംഗ് പ്രകടനം വീണ്ടും ആവർത്തിക്കുന്ന തരത്തിലുള്ള പ്രകടനം നടത്തി. ശുഭൻ ഗില്ലും ജോസ് ബട്ട്ലറും മികച്ച രൂപത്തിൽ പോയിക്കൊണ്ടിരിക്കവേ അവരെയൊക്കെ പറഞ്ഞു വിടുന്നു. രണ്ടുപേരുടെയും വിക്കറ്റ് എടുത്തുകൊണ്ട് മികച്ച പ്രകടനം യശ്വന്ത് ചാഹൽ നടത്തി. PBKSൻ്റെ ബൗളേഴ്സ്, അതാണ് ശ്രദ്ധിക്കേണ്ട കാര്യം, PBKSൻ്റെ ബൗളേഴ്സ് 14 എക്സ്ട്രാസ് കൺസീഡ് ചെയ്തിരുന്നു. അതിൽ 11 എണ്ണം വൈഡായിരുന്നു. അവസാന ഓവറിൽ മാത്രമായിട്ട് 4 അർഷ്ദീപ് സിംഗിൻ്റെ ഭാഗത്ത് വരികയും ചെയ്തു. പക്ഷേ ഈ കളിയിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പിന്നീട് മാറിയൊരു സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് പറഞ്ഞാൽ സിക്സറുകളുടേതാണ്. 3 സിക്സറുകളാണ് GT അടിച്ചതെങ്കിൽ PBKS 14 സിക്സറുകൾ അടിച്ചു. അവിടെ ഈ കളി PBKSന് അനുകൂലമായി മാറുകയായിരുന്നു. ചാഹലിൻ്റെ ഒരു പ്രകടനം എന്ന് പറഞ്ഞാൽ 65-1 എന്ന നിലയിൽ 7 ഓവർ കഴിയുമ്പോൾ ക്രൂയിസ് ചെയ്ത് പോവുകയായിരുന്നു GT. അവിടെയാണ് ചാഹൽ പിടിമുറുക്കുന്നത്. അദ്ദേഹം വളരെ സ്ലോ ആയിട്ട് ലൈൻ വേരി ചെയ്തുകൊണ്ട് പന്തെറിഞ്ഞു. ഗില്ലിനെ ഡിസ്മിസ് ചെയ്യുന്നു. IPL 4ാം തവണയാണ് ഗില്ലിനെ ചാഹൽ പറഞ്ഞു വിടുന്നത്. ഏതായാലും ഇത്തവണ ഒരു സ്ലോഗ് സ്വീപ്പിനുള്ള ശ്രമം ഡീപ്പ് മിഡ് വിക്കറ്റിൽ ക്യാച്ചായിട്ട് ഗില്ല് പുറത്താവുകയായിരുന്നു. 2 കപ്പിൾ ഓഫ് നിയർ ചാൻസസ് ഉണ്ടായിരുന്നു 11ാമത്തെ ഓവറിൽ. ഒന്ന് കോട്ടൺ ബൗൾ സാധ്യത ബട്ട്ലർക്കെതിരെ, മറ്റൊന്ന് ഗ്ലെൻ ഫിലിപ്സിൻ്റെത്. രണ്ടും ക്യാപിറ്റലൈസ് ചെയ്യാൻ പറ്റിയില്ല. ചാഹൽ പിന്നെ 16ാമത്തെ ഓവറിൽ വരികയും അദ്ദേഹം നല്ല രൂപത്തിൽ പന്തെറിയുകയും ചെയ്തു. അവിടെ ബട്ട്ലറെ പറഞ്ഞു വിട്ടു. 30 പന്തിൽ നിന്ന് 38 റൺസാണ് അദ്ദേഹം അടിച്ചിരുന്നത്. ബട്ട്ലറെ സംബന്ധിച്ചിടത്തോളം റണ്ണ് ഒന്നുകൂടി വേഗത്തിലാക്കണം എന്നുള്ള നിർബന്ധിത ഘട്ടത്തിലാണ് അദ്ദേഹത്തിൻ്റെ വിക്കറ്റ് എടുക്കുന്നത്. അങ്ങനെയാണ് GT വലിയ സ്കോറിലേക്ക് പോകുന്ന യഥാർത്ഥത്തിൽ തടയപ്പെടുന്നത്. അതുപോലെ തന്നെ എടുത്തു പറയപ്പെടേണ്ട ബൗളിംഗ് വിജയ്കുമാർ വൈശാഖിൻ്റെതാണ്. വൈശാഖ് മികച്ച രൂപത്തിൽ വ്യത്യസ്ത ഫേസുകളിലായിട്ട് പന്തെറിയുകയുണ്ടായി. ഇനീഷ്യലി അദ്ദേഹത്തിനെതിരെ ഹിറ്റ് ചെയ്യാനുള്ള ശ്രമം ബട്ട്ലറും ഗില്ലും നടത്തി എന്നുള്ളത് ശരിയാണ്. 2 4കളും 1 6ഉം അദ്ദേഹത്തിൻ്റെ
ആദ്യത്തെ 2 ഓവറുകളിൽ അടിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ അതിനുശേഷം അദ്ദേഹം കൃത്യമായിട്ട് തിരികെ വന്നു. 14ാമത്തെ ഓവറിൽ ഗ്ലെൻ ഫിലിപ്സിനെ പറഞ്ഞു വിട്ടു. പിന്നെ ഡെത്ത് ഓവറിൽ ഏറ്റവും മികച്ച രൂപത്തിൽ പന്തെറിഞ്ഞു. സ്ലോവർ ബോളുകളൊക്കെ എറിഞ്ഞിട്ട് ശരിക്കും അതിൽ എതിരാളികളെ ബുദ്ധിമുട്ടുകയും ചെയ്തു. ഏതായാലും വാഷിങ്ടൺ സുന്ദറിനെ പറഞ്ഞു വിട്ടു, ഷാറുഖ് ഖാനെ പറഞ്ഞു വിട്ടു. സൂപ്പർബായിട്ട് വിജയ്കുമാർ വൈശാഖ് പന്തെറിഞ്ഞിട്ടുണ്ട്. GT ബാറ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ ബാറ്റർമാർക്ക് തുടക്കം ലഭിച്ചിരുന്നു എന്നുള്ളതാണ് ശരിയായിട്ടുള്ള കാര്യം. തുടക്കത്തിൽ പിച്ചിൻ്റെ അവസ്ഥ ഒരു ഫ്ലാറ്റ് വിക്കറ്റാണ് എന്നുള്ളൊരു തോന്നലുണ്ടാക്കി. എന്നാൽ മിഡിൽ ഓവറുകളിൽ അവരുടെ സ്കോർ താഴേക്ക് പോയി. 77-3 എന്ന രൂപത്തിലാണ് മിഡിൽ ഓവറുകളിൽ കാര്യങ്ങൾ പോയത്. ബട്ട്ലർ 14 ഡോട്ടുകൾ അദ്ദേഹത്തിൻ്റെ 38 പന്തുകളിൽ നിന്ന് 33 പന്തിൽ നിന്ന് 38 അടിച്ചെടുത്ത് അദ്ദേഹം 14 ഡോട്ടുകളാണ് അദ്ദേഹത്തിൻ്റെ ബാറ്റിങ്ങിൽ ഉണ്ടായിരുന്നത്. അതുപോലെ തന്നെ ഒരു ഘട്ടത്തിൽ 15 പന്തിൽ നിന്ന് 27 എന്ന രൂപത്തിലൊക്കെ മുന്നോട്ട് പോയിട്ടുള്ള ഗില്ല് അദ്ദേഹത്തിൻ്റെ അവസാനം ഫേസ് ചെയ്ത 12 പന്തിൽ നിന്ന് 12 റൺസ് മാത്രമാണ് അടിച്ചത്. അപ്പോൾ അവിടെ ഒരു സ്ലോ ഡൗൺ സംഭവിച്ചു എന്നുള്ളത് ശരിയാണ്. അതേസമയം ഗ്ലെൻ ഫിലിപ്സിന് ഒരു പ്രോമിസിങ് സ്റ്റാർട്ടാണ് ലഭിച്ചിട്ടുണ്ടായിരുന്നത്. ചാഹലിനെതിരെ 6 അടിക്കുന്നു, 4 അടിക്കുന്നു. അദ്ദേഹം ആദ്യത്തെ 8 പന്തുകളിൽ 6ഉം 4ഉം ഒക്കെ അടിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നു. പക്ഷേ അതിനുശേഷം അദ്ദേഹത്തിനും വലിയ സ്കോറിലേക്ക് പോകാൻ പറ്റിയില്ല. റിസൾട്ട് എന്താണെന്ന് വെച്ചാൽ GTയുടെ ടോപ്പ് 3 ബാറ്റർമാരിൽ 3 പേരും 25 റൺസ് കടന്നു പോയിരുന്നു. പക്ഷേ അവർക്ക് 39-അപ്പുറത്തേക്ക് സ്കോർ ചെയ്യാൻ ആരും ഉണ്ടായില്ല എന്നുള്ള സംഗതി കൂടി നോക്കണം. മറുപടി ബാറ്റിംഗ് എന്ന് പറഞ്ഞാൽ കഗിസോ റബാദ തുടക്കത്തിൽ പ്രിയാൻ ഷാരിയെ പറഞ്ഞു വിടുന്നു. എന്നാൽ കനോലിയും പ്രിപ്സിമ്രാൻ സിംഗും ചേർന്നുകൊണ്ട് ആഞ്ഞടിക്കുന്ന കാഴ്ചയാണ് അവിടെ നമ്മൾ കാണുന്നത്. കനോലി അശോക് ശർമ്മയുടെ പേസ് ഉപയോഗപ്പെടുത്തിക്കൊണ്ട് സ്കോർ അടിക്കുന്നു. അതുപോലെ തന്നെ കാഗിസോ റബാദക്ക് നേരെ പ്രിപ്സിമ്രാൻ സിംഗും അതുപോലെ തന്നെ കനോലിയും ചേർന്നുകൊണ്ട് ആക്രമണം അഴിച്ചുവിടുന്നു. അങ്ങനെ കാര്യങ്ങൾ പോകുന്നു. ദെൻ റാഷിദ് ഖാനെതിരെ കനോലിയുടെ വക സക്സസീവ് 6റുകൾ വരുന്നു. പ്രഭ്സിമ്രാൻ സിംഗ് അതേപോലെ തന്നെ വാഷിങ്ടൺ സുന്ദറിനെ കൈകാര്യം ചെയ്യുന്നു. എന്തൊരു കുതിച്ചു പായലാണ്. PBKS നടത്തുന്ന അവരുടെ സ്ക്വാഡ് മികച്ചതാണെന്ന് നമ്മൾ നേരത്തെ വിലയിരുത്തിയതാണ്. അതിനെ പ്രൂവ് ചെയ്യുന്ന രൂപത്തിലുള്ള ബാറ്റിംഗ് ആണല്ലോ ഈ നടന്നുകൊണ്ടിരിക്കുന്നത് എന്ന് ചിന്തിക്കവെയാണ് പിന്നീട് കാര്യങ്ങൾ മാറുന്നത്. 10 ഓവറാകുമ്പോഴേക്കും PBKS 83-1 എന്ന രൂപത്തിലേക്ക് എത്തിക്കഴിഞ്ഞിരുന്നു. ആകെ വളരെ ചെറിയ സ്കോറാണ് ചേസ് ചെയ്യാനുള്ളത്. അപ്പോൾ ഇതിപ്പോൾ തീരുമെന്ന് തോന്നിച്ച ഘട്ടത്തിൽ നിന്നാണ് പ്രസിദ്ധ് കൃഷ്ണയുടെ ആ ഒരു പിടിച്ചുകുലുക്കൽ സംഭവിക്കുന്നത്. മൊമെൻറ്റം അദ്ദേഹം ആകെ മാറ്റിക്കളഞ്ഞു. ശ്രേയസ് അയ്യർ ബാക്ക് ടു ബാക്ക് 6s ഒക്കെ അടിച്ചുകൊണ്ട് നിന്നതാണ്. പക്ഷേ അവിടെ നിന്ന് PBKSൻ്റെ ക്യാപ്റ്റനെ പറഞ്ഞു വിടുന്നു പ്രസിദ്ധ് കൃഷ്ണ. ദെൻ അതൊരു ഹാഫ് ബോളി നേരെ ഡീപ്പ് മിഡ് വിക്കറ്റിലേക്ക് ചിപ്പ് ചെയ്തുകൊണ്ട് അദ്ദേഹം പുറത്താകുന്നു. അപ്പം പിന്നീട് എന്താ സംഭവിക്കുന്നത്? T20യിൽ ബോളിങ്ങിൻ്റെ മികവിനേക്കാൾ കൃത്യമായ ഫീൽഡ് പ്ലേസിങ്ങിന് ഇമ്പോർട്ടൻസ് ഉണ്ട് എന്ന് കാണിക്കുന്ന തരത്തിലാണ് പിന്നീട് സംഭവിക്കുന്നത്. നെഹാൽ വധേര അദ്ദേഹം ഒരു ഷോർട്ടിഷ് സ്ലോവർ ബോൾ കവറിലേക്ക് സ്ട്രൈറ്റ് ആയിട്ട് അടിച്ചു കൊടുക്കുന്നു. ശശാങ്ക് സിംഗ് അദ്ദേഹവും ഇതുപോലെ തന്നെ പുറത്താകുന്നൊരവസ്ഥ, അതായത് നിക്ക് ചെയ്ത് കീപ്പറിലേക്ക് പോകുന്നു പ്രസിദ്ധ് കൃഷ്ണയുടെ പന്തിൽ. മാർക്കസ് സ്റ്റോയിനിസ് എഗെയിൻ ഇതേപോലെ തന്നെ പുറത്താകുന്നു. റണ്ണ് വല്ലാതെ സ്കോർ ചെയ്യാതെ പുറത്താകുന്നു. PBKS 110-2 എന്ന നിലയിൽ നിന്ന് പിന്നീടങ്ങ് വീഴുന്നത് 118-6 എന്ന നിലയിലേക്കാണ്. സോ അവിടെ സംഭവിക്കുന്നത് അവരുടെ 4 വിക്കറ്റുകൾ ഇൻ ദി സ്പേസ് ഓഫ് 16 ബോൾസ് 8 റൺസ് മാത്രം സ്കോർ ചെയ്തുകൊണ്ട് നഷ്ടപ്പെടുന്നു. PBKS ശരിക്കും ബുദ്ധിമുട്ടുന്നു. അവിടെയാണ് കൂപ്പർ കനോലി വളരെ തൻ്റെ കാം ആൻഡ് കൂൾ അപ്രോച്ച് പുറത്തെടുക്കുകയും ടീമിനെ വിജയത്തിലേക്ക് കൊണ്ടുപോവുകയും ചെയ്തത്. 121-6 എന്ന നിലയിൽ നിന്ന് പിന്നീട് അദ്ദേഹം പതിയെ ടീമിനെ കരകയറ്റി കൊണ്ടുപോവുകയാണ്. അതായത് 30 പന്തുകളിൽ നിന്ന് 42 റൺസ് വേണം. അതായത് അവസാന 5 ഓവറുകളുടെ അവസ്ഥയാണ് പറഞ്ഞത്. 15 ഓവർ കഴിയുമ്പോൾ 121-6, ഇനി 5 ഓവറിൽ 42 റൺസ് വേണം. കലോലിയുടെ ഐസ് കൂൾ പെർഫോമൻസ്, എസ്പെഷ്യലി കാഗിസോ റബാദക്കെതിരെ കാഗിസോ റബാദയുടെ 2 ഷോർട്ട് ബോളുകൾ അദ്ദേഹം കൃത്യമായിട്ട് പണിഷ് ചെയ്യുന്നു 16ാമത്തെ ഓവറിൽ. അതിനുശേഷം മറുഭാഗത്ത് ചെറിയ സപ്പോർട്ട് അദ്ദേഹത്തിന് ലഭിക്കുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ വലിയ സ്കോറിങ് കൊടുത്തുകൊണ്ടല്ല, ക്രീസിലാൾ നിൽക്കണമല്ലോ. അങ്ങനെയുള്ളൊരു സഹായം മാർക്കോ എൻസൺ 10 പന്തിൽ നേരിട്ട് 9 റൺസ് അടിക്കുകയും സൈബർ ബാറ്റ്ലറ്റ് 5 പന്തിൽ നിന്ന് 11 റൺസ് അടിക്കുകയും ചെയ്തുകൊണ്ട് അദ്ദേഹത്തെ സപ്പോർട്ട് ചെയ്തിടത്താണ് പിന്നീട് ഈ ഒരു വിജയം വരുന്നത്. സോ ഒരു സംശയവും വേണ്ട, ഈ കളി PBKS ജയിക്കാനുള്ള കാരണം കൂപ്പർ കനോലിയുടെ ഈ കിടിലൻ പെർഫോമൻസ് തന്നെയാണ്. 44 പന്തിൽ നിന്ന് 5 4ഉം 5 6ഉം അടക്കം അദ്ദേഹം 72 റൺസ് അടിക്കുകയായിരുന്നു. അവസാന ഓവറിലാണ് PBKS വിജയിച്ചു കയറിയത്. വളരെ പെട്ടെന്ന് നമ്മൾ സ്കോർ കാർഡ് നോക്കിയാണ്. സായ് സുദർശൻ 11 പന്തിൽ നിന്ന് 13 റൺസ്, ശുഭൻ ഗില്ല് 27 പന്തിൽ നിന്ന് 39 റൺസ്,
ജോസ് ബട്ട്ലർ 33 പന്തുകൾ 38 റൺസ്, ഗ്ലെൻ ഫിലിപ്സ് 17 പന്തുകൾ 25 റൺസ്, വാഷിംഗ്ടൺ സുന്ദർ 18 റൺസ്, ഷാറുഖ് ഖാൻ 4 റൺസ്, രാഹുൽ തെവാട്ടിയ 11 റൺസുമായിട്ട് പുറത്താകുന്നു. അങ്ങനെ നിശ്ചിത 20 ഓവറുകൾ 6 വിക്കറ്റ് 162 റൺസ് മാത്രം. മറുപടി ബാറ്റിംഗിൽ പ്രിയാൻഷാരി 7 റൺസിന് മടങ്ങി. പക്ഷേ പ്രഭ്സിമ്രാൻ സിംഗ് 24 പന്തുകൾ 37 റൺസ്, കൂപ്പർ കനോലി 44 പന്തുകൾ 72 റൺസുമായിട്ട് പുറത്താകുന്നു. ശ്രേയസ് അയ്യർ 18 റൺസ്, നഹാൽ വധേര 3 റൺസ്, ശശാങ്ക് സിംഗ് 4 റൺസ്, മാർക്കസ് സ്റ്റോയിനിസ് ഡക്കാവുന്നു, മാർക്കോ യെൻസൺ 9 റൺസ്, സാവേർ ബാറ്റ്ലറ്റ് 11 റൺസുമായിട്ട് പുറത്താകുന്നു. ഏതായാലും തകർപ്പനൊരു പോരാട്ടം കണ്ടു. ആരാധകർ ആവേശത്തിലായ ഒരു കളിയാണ് ഒടുവിൽ PB കേസ് വിജയിച്ച് കയറിയിരിക്കുന്നത്. വീഡിയോ അവസാനിക്കുന്നു. ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റഫ്ലക്സ് എടുത്താം.